രജനീകാന്തും കമൽഹാസനും അരങ്ങുവാഴുന്ന 80കളിൽ തുടർച്ചയായി 11 ചിത്രങ്ങളിൽ നായകനായി ആ ചിത്രങ്ങൾ 100 ദിവസം ഓടിച്ച് തമിഴ് ഇൻഡസ്ട്രിയെ വിറപ്പിച്ച ഒരു നടനുണ്ട്, രാമരാജൻ. അടുത്ത ചിത്രം കരകാട്ടക്കാരൻ 400 ദിവസം 4 തിയേറ്ററുകളിൽ ഓടിച്ച് പിന്നെയും ഞെട്ടിച്ചു. ഗ്രാമങ്ങളിലെ തിയേറ്ററുകളിലായിരുന്നു രാമരാജന് ആരാധകർ ഏറെയും. ഗ്രാമരാജൻ എന്നും റൂറൽ സൂപ്പർ സ്റ്റാർ എന്നും വിശേഷണം കിട്ടിയ താരമായി രാമരാജൻ വളർന്നു. 90കളുടെ പകുതിയോടെ രാമരാജന്റെ ഫോർമുലകൾ തെറ്റി തുടങ്ങി. സിനിമകൾ കുറഞ്ഞു, സിനിമകൾ പരാജയപ്പെട്ടു. 2001-ൽ സ്വന്തമായി സംവിധാനം ചെയ്ത സീറിവരും കാളൈ എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് രാമരാജൻ അഭിനയിച്ചത് 2012-ൽ മേധൈ എന്ന ചിത്രത്തിലാണ്. രാമരാജന്റെ കാലം കഴിഞ്ഞു, പ്രായമായി, രൂപം മാറി, പലർക്കും അദ്ദേഹത്തെ അറിയില്ല എന്നൊക്കെ വിമർശനങ്ങൾ വന്നു. പ്രശസ്ത നടിനി നളിനിയുമായുള്ള വിവാഹബന്ധവും വേർപിരിഞ്ഞു. ലോകേഷ് കനകരാജ് ഉൾപ്പെടെയുള്ളവർ ക്യാരക്ടർ റോൾ ചെയ്യാൻ വിളിച്ചിട്ടും രാമരാജൻ പോയില്ല. 50 ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ശേഷമേ മറ്റു വേഷങ്ങളിൽ അഭിനയിക്കൂ എന്ന രാമരാജനെടുത്ത വ്രതത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ രാമരാജൻ നായകനായി തന്നെ തന്റെ 45ാമത് സിനിമ പൂർത്തീകരിച്ചു. സിനിമ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി, തന്റെ 62ാം വയസ്സിൽ. വിമർശിച്ചവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ മികച്ച അഭിപ്രായം ലഭിച്ചിരിക്കുകയാണ്. തന്റെ സിനിമകളിലെ പ്രധാന വിജയഘടകമായിരുന്ന ഇളയരാജയും രാമരാജനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമെന്ന പേരും സാമാന്യന് കിട്ടി.